DCC അധ്യക്ഷനും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥിയുമായിരുന്ന അന്തരിച്ച VV പ്രകാശിനെ അവഹേളിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം നിലമ്പൂരിൽ സജീവ ചർച്ചയാകുന്നു. UDFിലെ പ്രധാന നേതാക്കൾക്കും സതീശന്റെ പ്രതികരണത്തിൽ കടുത്ത അതൃപ്തിയുണ്ട്. സതീശന്റെ വാക്കുകൾ കേൾക്കാം. അല്ല അതൊക്കെ എന്തിനാ ആ വീട്ടിൽ പോണത്? ആ വീട്ടിലാണ് പോണത്. VV പ്രകാശിന്റെ വീട്ടിൽ എന്തിനാ ഷൗക്കത്ത് പോണത്? അത് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ അതൊക്കെ വിവാദമാക്കാൻ ശ്രമിക്കുന്നു. അതൊക്കെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെ പോകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി നിർഭൻ ചക്രവർത്തി ചേരുകയാണ്. നിർഭൻ, ഒരുപക്ഷെ ഇന്നലെ ഈ VD സതീശന്റെ വാക്കുകൾ വലിയ തരത്തിൽ കേരള സമൂഹം ഞെട്ടലോടുകൂടിയാണ് കേട്ടത്. പ്രധാനമായും കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകർ വരെ നിലമ്പൂരിൽ VD സതീശൻ പറഞ്ഞ് VV പ്രകാശിനെ പോയി കാണേണ്ട കാര്യം എന്താണ് ആര്യാടൻ ഷൗക്കത്തിന്? ആരുടെ വീടിനെക്കുറിച്ചാണ്, ആരുടെ വീട്ടിലാണ് പോകേണ്ടിയിരുന്നതെന്നുള്ള ചോദ്യമാണ്. VV പ്രകാശൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചയാൾ, ഒരു ജില്ലയിലെ തലമുതിർന്ന കോൺഗ്രസ് നേതാവ്, ഒരു ജീവിതകാലം മുഴുവൻ കോൺഗ്രസിന് വേണ്ടി ചെലവഴിച്ച ഒരു നേതാവ്. ആ നേതാവിൻ്റെ വീട്ടിലേക്ക് പോകേണ്ട കാര്യം എന്തെന്നുള്ള ചോദ്യം സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെ പോലും അമ്പരപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കോൺഗ്രസിൻ്റെ നേതാക്കളോട്, മരിച്ചുപോയവരോട്, കോൺഗ്രസിന് വേണ്ടി ജീവത്യാഗം ചെയ്തവരോട് ആ പാർട്ടി എടുക്കുന്ന നിലപാടുകൾ. വയനാട്ടിലെ NM വിജയൻ, ആലപ്പുഴയിലെ മറ്റൊരു സഹകാരി, അവരെല്ലാം ഈ പാർട്ടിക്ക് വേണ്ടി ജീവിക്കുകയും പാർട്ടി ഒടുവിൽ കൈയൊഴിയുകയും പാർട്ടിക്ക് വേണ്ടി പണപ്പിരിവ് നടത്തുകയും പാർട്ടി കൈയൊഴിയുകയും കോൺഗ്രസ് കൈയൊഴിയുകയും ചെയ്തതിന് ശേഷം അവർ ആത്മഹത്യയിലേക്കും അവരുടെ കുടുംബങ്ങളെ പൊതുജന മധ്യത്തിലേക്ക് നാണം കെടുത്താനായി വിട്ടുകൊടുക്കുകയും ചെയ്ത നിലപാട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നിലമ്പൂരിലെ VV പ്രകാശിൻ്റെ കുടുംബത്തിന് നേരെ എന്തിനു പോകണമെന്നുള്ള ചോദ്യം. അത് തന്നെയാണ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരടക്കം, നിലമ്പൂരിലെ കോൺഗ്രസ് പ്രവർത്തകരടക്കം ചോദിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ വരുംകാലത്തും തങ്ങളൊക്കെ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി തന്നെയല്ലേ ഇത്? ഈ പാർട്ടിക്ക് വേണ്ടി ഇങ്ങനെ ആത്മാർത്ഥമായി പ്രവർത്തിക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം നിലമ്പൂരിലെ പല കോൺഗ്രസ്സുകാർ ഇപ്പോൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിർഭൻ, VD സതീശന്റെ വാക്കുകളിൽ സ്തംഭിച്ചു നിൽക്കുകയാണ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ. നിലമ്പൂരിൽ അത് തന്നെയാണ് ഇപ്പോൾ പ്രധാന ചർച്ചയും, അല്ലേ? ഏതായാലും സതീശൻ പറഞ്ഞ സാധാരണ കോൺഗ്രസ്സുകാരുടെ കരളിന് വേദനയുണ്ടാക്കുന്ന സതീശന്റെ വാക്കുകൾ ഒന്നുകൂടി കേട്ട ശേഷം നിർഭനിലേക്ക് വരാം. നിർഭൻ, ആ വീട്ടിലാണ് പോണത്. VV പ്രകാശിന്റെ വീട്ടിൽ എന്തിനാ ഷൗക്കത്ത് പോണത്? അത് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ അതൊക്കെ വിവാദമാക്കാൻ ശ്രമിക്കുന്നു. അതൊക്കെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെ പോകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകന് സഹിക്കാൻ കഴിയാവുന്നതല്ല, പ്രത്യേകിച്ചും നിലമ്പൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ സഹിക്കാൻ കഴിയാവുന്നതല്ല. VV പ്രകാശൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് നിലമ്പൂരുകാർക്ക് എന്തായിരുന്നു എന്ന് അവിടെയുള്ളവർക്കറിയാം. കഴിഞ്ഞ ദിവസം M സ്വരാജ് LDF സ്ഥാനാർത്ഥി തന്നെ അവരുടെ കുടുംബത്തെ സന്ദർശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ എതിർചേരിയിൽ പെട്ടവർ പോലും വലിയ തരത്തിൽ സൗഹൃദം പുലർത്തിയിരുന്ന ഒരു നേതാവ് VV പ്രകാശൻ, ഒരു മനുഷ്യായുസ് മുഴുവൻ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ആ നേതാവിനെയാണ് VD സതീശൻ ചോദിക്കുന്നത്, ആ കുടുംബത്തിന് എന്തിനു ചെന്ന് കാണണം ആര്യാടൻ ഷൗക്കത്ത്? ഇത് കേരള സമൂഹമല്ല, നിലമ്പൂരിലെ കോൺഗ്രസ്സുകാർ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. ഭാവിയിൽ തങ്ങൾക്ക് വരാൻ പോകുന്ന സ്ഥിതി ഇത് തന്നെയല്ലേ എന്നുള്ള ചോദ്യം. നിർഭൻ, എന്താണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത്? തീർച്ചയായും സിജു, അതിൻ്റെ VD സതീശൻ എന്ന കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം മുൻ DCC പ്രസിഡൻ്റാണ്. മലപ്പുറത്തെ DCC പ്രസിഡന്റ് ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അദ്ദേഹം വിജയിക്കുമെന്നൊരു ഘട്ടം വരെ വിലയിരുത്തിയൊരു ഘട്ടമായിരുന്നു. അദ്ദേഹം നിസ്സാര വോട്ടിനാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പോയത്. തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഹൃദയാഘാതം മൂലം മരണപ്പെടുകയും ചെയ്തു. അത് സംബന്ധിച്ച് പലതരത്തിലുള്ള വിമർശനങ്ങളുണ്ട്. അദ്ദേഹത്തിന് വലിയ തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നു. ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹത്തിനെ പരാജയപ്പെടുത്താനുള്ള അട്ടിമറി നീക്കം നടത്തി എന്ന തരത്തിൽ VV പ്രകാശിൻ്റെ കുടുംബം മാത്രമല്ല, VV പ്രകാശുമായി അത്രയേറെ ഹൃദയബന്ധം പുലർത്തുന്ന വലിയ തരത്തിൽ ബന്ധമുള്ള, വിശാല ബന്ധമുള്ള, സൗഹൃദമുള്ള നേതാക്കളും ഒപ്പം തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രവർത്തകരൊക്കെ വിലയിരുത്തുന്നുണ്ട്. കാര്യം, ഇത് ആര്യാടൻ ഷൗക്കത്ത് ഒരു വേദിയിൽ വെച്ച് തന്നെ അദ്ദേഹം തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ വേദിയിൽ കയറി പോകുമ്പോൾ ഇരിക്കാൻ കൈ പിടിച്ച് അവിടെ ഇരുത്താൻ ശ്രമിക്കുമ്പോൾ കൈ തട്ടി മാറ്റി ആ വേദിയുടെ അറ്റത്ത് പോയിരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കണ്ടതാണ്. മാത്രമല്ല, അതേ പ്രചരണ വേദിയിൽ വെച്ച് തന്നെ ആര്യാടൻ ഷൗക്കത്ത് തന്നെ 2016 ഒറ്റിയവരുണ്ട്, പക്ഷേ അതേ സ്വഭാവം ഞാൻ കാണിക്കുന്നില്ല എന്ന കാര്യം പൊതുസമ്മേളനത്തിൽ വേദി പറഞ്ഞ സംഭാഷണ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അങ്ങനെ വലിയ തരത്തിൽ അതിർത്തി നിലനിൽക്കുന്ന ഘട്ടത്തിൽ പല സ്ഥാനാർത്ഥികളും, നമ്മൾ LDFിൻ്റെ സ്ഥാനാർത്ഥി M സ്വരാജ് അല്ല, മത്സരരംഗത്തുള്ള പല സ്ഥാനാർത്ഥികളും ചോദിച്ചു, എന്തുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് ഈ VV പ്രകാശിൻ്റെ വീട്ടിലേക്ക് ഇതുവരെ പോയില്ല, ആ കുടുംബത്തെ സന്ദർശിച്ചില്ല എന്ന ചോദ്യം ഉന്നയിച്ചിരുന്ന ഘട്ടമാണ്. രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ഇവിടുത്തെ നിലമ്പൂരിലെ സാധാരണ മനുഷ്യരുടെ ഇടയിൽ അത് സ്വാഭാവികമായ ഒരു ചോദ്യമുണ്ട്, ഒരു ആശങ്കയുണ്ട്. എന്തുകൊണ്ടായിരിക്കും പോകാത്തത്? ഈ പറയുന്നതൊക്കെ ശരിയായിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ
തന്നെ ഒരു സ്ഥാനാർത്ഥി വെല്ലുവിളിച്ചു, സ്വതന്ത്രമായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥി വെല്ലുവിളിച്ചു ചോദിച്ചത് ഈ ആര്യാട് ഷൗക്കത്ത് ആ വീട്ടിലേക്ക് പടി കടന്നു പോയാൽ എന്തായിരിക്കും അനുഭവം എന്ന് ആര്യാട് ഷൗക്കത്തിന് അറിയാം, അങ്ങനെ പോകാനുള്ള ധൈര്യമുണ്ടോ എന്നാണ് ചോദിച്ചത്. പക്ഷേ ഇതുവരെ സ്ഥാനാർത്ഥി അക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. ആ ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം വി ഡി സതീശനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. അപ്പോഴാണ് വളരെ പ്രകോപനപരമായൊരു മറുപടി. എന്തുകൊണ്ടാണ് അങ്ങനെ പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചതെന്നറിയില്ല. ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നിൽക്കുകയാണ്. അത് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പോകട്ടെ, തെരഞ്ഞെടുപ്പ് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരെയും പോവുകയും ചെയ്യും. പക്ഷേ കൂടെ നിന്ന് പ്രവർത്തിച്ചൊരു നേതാവ് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ മരണപ്പെട്ടു പോയി, അദ്ദേഹത്തിൻ്റെ വിയോഗമുണ്ടായി. അതിനുശേഷം തൊട്ടടുത്ത് കിടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ അട്ടിമറിച്ചു എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയെന്ന് കോൺഗ്രസ് പ്രവർത്തകർ വിശ്വസിക്കുന്ന ആര്യാട് ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി വരുന്നു. വി പ്രകാശൻ ജീവിച്ചിരുന്നപ്പോൾ കാട്ടിയ വല്ലാത്ത നീതികേട്, മര്യാദകേട്, മനുഷ്യത്വമില്ലായ്മ ആര്യാടൻ ഷൗക്കത്ത് വി പ്രകാശിനോട് കാട്ടിയതൊക്കെ അന്ന് നിലമ്പൂർകാർ കാണുകയാണ്. അതിനുശേഷവും എങ്ങനെയാണ് ഒരു കുടുംബത്തോട്, കോൺഗ്രസ്സുകാരനായ ജില്ലയിലെ തലമുതിർന്ന ഒരു നേതാവ്, ജീവിതകാലം മുഴുവൻ കോൺഗ്രസിന് വേണ്ടി ജീവിച്ച ആ മനുഷ്യൻ്റെ കുടുംബത്തോട് കാണിക്കുന്ന ഒരു നീതികേട്, മര്യാദകേട്, മനുഷ്യത്വമില്ലായ്മ, അത് തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. നേരത്തെ നിർഭൻ പറഞ്ഞ പോലെ രാഷ്ട്രീയം അത് മാറ്റിവെക്കുക. കോൺഗ്രസിൽ പല കാലഘട്ടങ്ങളിൽ ഗ്രൂപ്പുകൾ ഉണ്ടാകാറുണ്ട്, പലപ്പോഴും അടിതടകൾ ഉണ്ടാകാറുണ്ട്, നേതാക്കൾ പരസ്പരം കുതികാൽ വെട്ടാറുണ്ട്. അതിനുമുപരിയല്ലേ മനുഷ്യത്വം എന്ന് പറയുന്നത്? ഒരു നേതാവിൻ്റെ കുടുംബത്തെ, ആ മരിച്ചുപോയി കഴിഞ്ഞപ്പോൾ കൈയഴിഞ്ഞു പോകുന്ന ഒരു നിലപാട്, ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അവിടെ വയനാട്ടിൽ NM വിജയൻ്റെ കുടുംബത്തെ, NM വിജയനെ കടക്കാരനാക്കി അവരുടെ കുടുംബത്തെ പൊതുജനമധ്യത്തിൽ നാണം കെടുത്തുന്ന നിലപാട്. അതിന് പിന്നാലെ ഇവിടെ വി പ്രകാശ്, നമുക്ക് ഓർമ്മയുണ്ട്, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിൻ്റെ അന്ന് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് വി പ്രകാശിൻ്റെ മകൾ, അച്ഛൻ്റെ ഓർമ്മകൾ നിലമ്പൂർ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞത് എന്തൊരു വൈകാരികമായ ഒരു അവസ്ഥയാണ്. ആ കുടുംബത്തിൻ്റെ നഷ്ടം, ആ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച വി പ്രകാശിനോട് ഒരു പാർട്ടി എടുക്കുന്ന നിലപാട്, കോൺഗ്രസ് എടുക്കുന്ന നിലപാട്, സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ ഒരു പക്ഷേ സംശയത്തോടെ തന്നെ നോക്കുന്നുണ്ട്. ഈ നേതാക്കൾ എന്താണ്, ഈ ജനങ്ങൾ ഈ കോൺഗ്രസ് നേതാക്കളോട് ചെയ്യുന്നത്, സാധാരണ പ്രവർത്തകരോട് എന്തായിരിക്കും ഇവരുടെ നിലപാട്? അതുതന്നെയാണ് ഒരു നീതികേട്, മര്യാദകേട്, മനുഷ്യത്വമില്ലായ്മ തന്നെയല്ലേ അവിടെ ഈ വി ഡി സതീശൻ. ആ വാക്കുകൾ വല്ലാതെ ആഞ്ഞുകൊത്തുകയാണ് അവിടുത്തെ നിലമ്പൂരിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ മേൽ. സഞ്ജു, അതൊക്കെ നമ്മൾ ഈ തെളിവുകൾ തന്നെയാണല്ലോ പറയുന്നത്. അതൊക്കെ നമ്മൾ വിശകലനം ചെയ്യുന്നതിനപ്പുറം നിലമ്പൂർ മണ്ഡലത്തിൽ ആഘാതം സൃഷ്ടിക്കുന്നുണ്ട്. അത് വി ഡി സതീശൻ എന്ന് പറഞ്ഞ നേതാവ് നിലമ്പൂർ മണ്ണിൽ വന്ന് പറയുമ്പോൾ ഇവിടെ മണ്ണിൽ ചവിട്ടി നിന്ന് പ്രവർത്തിച്ച വി പ്രകാശ്, യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ ഭാരവാഹിയായിരുന്നു. KC വേണുഗോപാൽ തന്നെ പറഞ്ഞു താനും വി പ്രകാശ് ഒന്നിച്ച് അറസ്റ്റ് ചെയ്ത് നന്ദാവന സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിനോട് നമ്മൾ ഈ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനൊന്നും പറയാൻ പറ്റുന്നില്ല. അത് ഒഴിഞ്ഞു മാറുകയാണ് KC വേണുഗോപാൽ ചെയ്തത്. അങ്ങനെ പ്രവർത്തന പാരമ്പര്യമുള്ള ഈ മണ്ണിൽ ചവിട്ടി നിന്ന് കോൺഗ്രസിൻ്റെ സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ തൊട്ടു മുൻപുണ്ടായിരുന്ന DCC അധ്യക്ഷൻ, ആ അധ്യക്ഷൻ തൊട്ട് മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിലെ UDFൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് UDFൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്ന സ്ഥാനാർത്ഥി കൂടിയായിരുന്നു. അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഈ മരണപ്പെട്ട ശേഷം തൊട്ടടുത്ത് നിന്ന് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ, അതൊരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഇങ്ങനെ ആ കുടുംബത്തെയാകെ മുറിവേൽപ്പിക്കുന്ന തരത്തിൽ എന്തുകൊണ്ട് വി ഡി സതീശൻ പ്രതികരിച്ചു എന്ന കാര്യം മണ്ഡലത്തിൽ സജീവ ചർച്ചയാണ്. ഒരു കാര്യം കൂടി പറയാം സിജു, കഴിഞ്ഞ ഈ PV അൻവർ ഈ മുന്നണിയിൽ നിന്ന് UDFിൽ നിന്ന് പോകുന്നതിന് മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനങ്ങളിൽ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, അന്ന് മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഞാൻ പുറത്തായിരുന്നു, ഞാൻ യാത്ര ചെയ്ത് വി പ്രകാശിൻ്റെ മരണപ്പെട്ട സ്ഥലത്തേക്ക്, അത് ആശുപത്രിയിലേക്ക് എത്തി. അപ്പോൾ ആര്യാട് ഷൗക്കത്ത് അവിടെ ഓടി വന്നിരുന്നു. മരണം പോലും ആര്യാട് ഷൗക്കത്ത് ആസ്വദിക്കുകയായിരുന്നു. ഇത് പറഞ്ഞത് ആര്യാട് ഷൗക്കത്തിൻ്റെ അടുത്ത സുഹൃത്ത് ബന്ധുവാണ്. അന്ന് ഓരോ തവണയും അദ്ദേഹം മാറി നിന്ന് ചിരിച്ച് ഫോൺ ചെയ്ത് ഞാൻ കണ്ടു. എന്നെ അത്ഭുതപ്പെടുത്തി. എനിക്ക് എതിരാളിയായി മത്സരിച്ച ഒരാൾ മരണപ്പെട്ട് കിടക്കുമ്പോൾ താൻ ഓടിയെത്തി. അപ്പോഴേക്കും അവിടെ സൗഹൃദ സംഭാഷണങ്ങളും ചിരിയും ഫോണിലൊക്കെ, മരണത്തെ പോലും ആസ്വദിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അത് അങ്ങനെ പറയണമെങ്കിൽ, അങ്ങനെ പറയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്, രാഷ്ട്രീയ വിരോധം ഒക്കെ ഉണ്ടാവും. പക്ഷേ അതിനെ ഇതുവരെ വി പ്രകാശിൻ്റെ കുടുംബം നിഷേധിച്ചിട്ടില്ല. ഇത്തരം വാർത്തകളൊക്കെ വരുമ്പോൾ അവർ ഒരു കാര്യത്തിലും അവർ രംഗത്ത് വരുന്നില്ല. മാത്രമല്ല അവർ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു നിഷേധക്കുറിപ്പ് പോലും ഇതുവരെ ഇറക്കിയിട്ടില്ല. മാത്രമല്ല, സിജു പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, അവരിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, മകളിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ്. അത് ആര്യാട് ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോഴാണ് അവർ പറഞ്ഞത് വി പ്രകാശിൻ്റെ ഓർമ്മകൾ നിലമ്പൂർ മണ്ണിൽ ഉണ്ടാകുമെന്ന്. അത് നൽകുന്ന സന്ദേശം എന്താണെന്ന കാര്യം ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ കുടുംബം അവരുടെ മാന്യത പാലിക്കുന്നു. അവർ ഈ പറയുന്ന വി ഡി സതീശനെ പോലെ തഴം താഴ
അവർ തയ്യാറാകുന്നില്ല. അതേ ഭാഷയിൽ അവർ തിരിച്ചടിച്ചിട്ടില്ല. അവർ ആ നിലപാട് കൂടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ കോൺഗ്രസ് സ്വാഭാവികമായി നിലമ്പൂരിൽ വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് പോകുമായിരുന്നു. ഇങ്ങനൊരു പ്രതിസന്ധി ഉണ്ടാക്കിയതിൽ UDFിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് തന്നെ വലിയ അതൃപ്തിയുണ്ട്. പല കാര്യങ്ങളിലും VD സതീശൻ എടുക്കുന്ന പ്രകോപനപരമായ നിലപാടുകൾ, വാക്കുകളൊക്കെ തന്നെ ജനങ്ങൾക്കിടയിൽ വലിയ തരത്തിൽ മുറിവേൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. നമ്മൾ നിലമ്പൂരിൽ നിൽക്കുമ്പോൾ അറിയാം സിജു, വലിയ തരത്തിൽ വികാരമുള്ള ഒരു നേതാവാണ് VV പ്രകാശ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ PV അൻവറിൻ്റെ ഭൂരിപക്ഷം കുറയാനുള്ള കാരണം VV പ്രകാശിൻ്റെ വ്യക്തിത്വമാണ് എന്ന കാര്യം രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. സ്വരാജ് ആ വീട്ടിൽ പോയ ശേഷം പറഞ്ഞത് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ സന്ദർശനവുമല്ല. ഞാനൊരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ വ്യക്തിബന്ധം പുലർത്തിയ ഒരാളാണ് VV പ്രകാശ്. തൻ്റെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന കാലത്തും യുവജന സംഘടനാ പ്രവർത്തന കാലത്തും പരിചയപ്പെട്ട മാന്യമായ വ്യക്തിത്വമായിരുന്നു. മാത്രമല്ല താനും അദ്ദേഹവുമായി വ്യക്തിബന്ധം മരണം വരെ പുലർത്തിയിരുന്നു. അത്തരമൊരു വീട്ടിലേക്ക് വരണം, അതുകൊണ്ടാണ് താൻ വന്നത്. അത് എതിർ സ്ഥാനാർത്ഥി രാഷ്ട്രീയ പ്രതിയോഗിയായി മത്സരിക്കുന്ന സ്വരാജ് കാട്ടിയ മാന്യത പോലും വേറൊരു കാര്യം കൂടി ഉണ്ട്. അവിടുത്തെ രാഷ്ട്രീയ ആ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടാക്കാൻ മാധ്യമങ്ങൾ ശ്രമിച്ചു. എന്താണ്, വേറെ തരത്തിൽ കൂടിക്കാഴ്ചയാണോ, ഇത് വോട്ടെടുപ്പിന് വേണ്ടിയിട്ടാണോ, വോട്ട് ലഭിക്കുന്നതിന് വേണ്ടിയാണ് എന്നൊക്കെ സ്വരാജ് ചോദിച്ചപ്പോൾ ഒരിക്കലുമല്ല. അത് മനുഷ്യഹൃദയമുള്ള ഒരു മനുഷ്യൻ സ്വാഭാവികമായി വ്യക്തിബന്ധം പുലർത്തിയ ഒരാളിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം സന്ദർശിക്കുന്ന രാഷ്ട്രീയം മാത്രമേ ഇതുള്ളൂ എന്ന് മാത്രമാണ് സ്വരാജ് പറഞ്ഞത്. ശരി നൃപൻ, ഏതായാലും സ്വരാജ് നടത്തിയ ആ സന്ദർശനം ഒരു സൗഹൃദം, വ്യക്തികൾ തമ്മിലുള്ള ഒരു സൗഹൃദം സന്ദർശനം, രാഷ്ട്രീയത്തിന് അതീതമായി ചില സന്ദർശനങ്ങൾ, ചില സൗഹൃദങ്ങൾ അങ്ങനെ തുടരുകയും ചെയ്തു. അതാണ് സ്വരാജ് എന്നൊരു രാഷ്ട്രീയ നേതാവ് ആ മാന്യത കാട്ടുകയും ചെയ്തത്. ഒരു ലീഡർ എങ്ങനെ ആകരുത് എന്ന് VD സതീശൻ കാട്ടിക്കൊടുക്കുകയാണെന്നാണ് ഇപ്പോൾ നിലമ്പൂരിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ കൂടി പറയുകയും ചെയ്യുന്നത്. വിവരങ്ങളാണ് നൃപൻ ചക്രവർത്തി നൽകിയത്.